മലപ്പുറം തിരുനാവായയിലാണ് കുംഭമേള തീരുമാനിച്ചിട്ടുള്ളത്. ഈ മാസം 18 മുതൽ അടുത്ത മാസം 3 വരെയാണ് കുംഭമേള നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉയർന്നു വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഒരു കാരണമായി തീർന്നിട്ടുള്ളത് ഈ കുംഭമേളയ്ക്കായി ഭാരതപ്പുഴയോരത്ത് ഈ നാവാമുകുന്ദ ക്ഷേത്രത്തിന് സമീപത്തായി ഒരു പാലം നിർമ്മിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ കുംഭമേളയ്ക്ക് എത്തുന്നവർക്ക് പോകാനും വരാനും ഒക്കെ ആയിട്ടായിരുന്നു. പക്ഷേ റവന്യൂ വകുപ്പ് അതിന് സ്റ്റോപ്പ് മെമ്മോ നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അത് സുരക്ഷാ പ്രശ്നങ്ങളും അനുമതി തേടിയില്ല എന്നൊക്കെയുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞായിരുന്നു റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. അതിനെതിരെയാണ് വലിയ രീതിയിലുള്ള വർഗീയ പ്രചാരണം, വിദ്വേഷ പ്രചാരണം സംഘപരിവാർ ഹാൻഡിലുകളിലൊക്കെ നടന്നു വരുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ കുംഭമേള നടക്കുന്നത് അത് നമ്മുടെ മലപ്പുറത്തായതുകൊണ്ട് എന്നതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഇത് ഹിന്ദുക്കൾക്കെതിരായ ഒരു ഗൂഢ നീക്കമാണ്. കുംഭമേള തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഹിന്ദുക്കൾ ഒരുമിക്കണം, ഹൈന്ദവർ ഇതിനെതിരെ ശക്തമായി രംഗത്തിറങ്ങണം എന്ന തരത്തിലുള്ള പ്രചാരണം സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടന്നു വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞില്ല സന്യാസി സമൂഹത്തിൽ നിന്ന് വരെ ഈ രീതിയിലുള്ള പ്രതികരണം വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചില വീഡിയോകളിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ്, ഭീഷണി, താക്കീത് പോലെയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കുംഭമേള ആരെങ്കിലും തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആരാണ് ഹിന്ദു, എന്താണ് ഹിന്ദു എന്നുള്ളത് നിങ്ങൾ കാണും എന്ന തരത്തിലൊക്കെയാണ് സന്യാസി സമൂഹം. നോക്കൂ, സന്യാസി സമൂഹത്തിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള ഒരു ഭീഷണി, താക്കീതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അവർ പോലും ഈ രീതിയിലുള്ള വിദ്വേഷമായ തരത്തിലുള്ള പ്രചാരണങ്ങൾ, പ്രതികരണങ്ങൾ നടത്തുന്നു എന്നതാണ് വസ്തുത. എന്താണ് വിവാദം എന്ന് നോക്കാം. പ്രമോദ് സാർ, എന്ത് വന്നാൽ ഇപ്പോൾ മലപ്പുറത്തുകാരുടെ മേൽ പഴി ചാരുകയാണോ? ദിവ്യ, ഇത് വളരെ വിചിത്രമായ ചില കാഴ്ചകളാണ് നമുക്ക് കാണേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് കുംഭമേള, കേരളത്തിലെവിടെയും കുംഭമേള എന്നൊരു സംഗതി നമ്മൾ കേട്ടിട്ടില്ല. ഉണ്ടായിരുന്നു. കുംഭമേള എന്ന് പറയുന്നത് തന്നെ ഉത്തരേന്ത്യയിൽ ചില നിർണായകമായ സ്ഥലങ്ങളിൽ മാത്രമാണ്. ഉത്തർപ്രദേശിലെ ചില നഗരങ്ങളിലാണ് അത് നടന്നിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക, വിശ്വാസ പ്രമാണങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ നോക്കൂ, കേരളത്തിൽ കുംഭമേള എന്ന് പറഞ്ഞിട്ട് നടത്താൻ പോകുന്നത് എന്താണ് എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പേ തന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിന് പരിസരത്താണ് ഇത് നടക്കാൻ പോകുന്നത്. ഈ നാവാമുകുന്ദ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില ഐതിഹ്യങ്ങളുടെ പേരിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് പറയുന്നത്. ജനുവരി 18 മുതൽ ഫെബ്രുവരി 2 വരെയാണ് അതിൻ്റെ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ തീരത്ത് നിന്ന് ഏതാണ് നമ്മുടെ നിള നദിയുടെ ഒരു വശത്ത് നിന്ന് അതിൻ്റെ നടുക്കുള്ള ഈ മണൽപ്പരപ്പുണ്ടല്ലോ, അവിടേക്കാണ് ഈ പാലം എന്ന നിലയിൽ ഒരു കൺസ്ട്രക്ഷൻ അവർ നടത്താൻ ഉദ്ദേശിച്ചത്. അതിന് ഒരു അപേക്ഷ കൊടുത്തിരുന്നു. യഥാർത്ഥത്തിൽ ആ അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ വകുപ്പ് വൈകി എന്നൊരു സംഗതി അവിടെ ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ മറ്റൊരു കാര്യമുള്ളത്, ഇത് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇവർക്ക് അതിനുള്ള അനുമതി ഇല്ല എന്ന വിവരം ഇവർക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ്. എന്നിട്ടും ഈ സംഘാടകർ അത് ആരംഭിച്ചു, ആ പണി ആരംഭിച്ചപ്പോഴാണ് അത് നമ്മുടെ തീര സംരക്ഷണ നിയമത്തിൻ്റെ ലംഘനമാണ് എന്ന് കണ്ടുകൊണ്ട് കൃത്യമായി അതൊരു റവന്യൂ നടപടിയാണ്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഒരു റവന്യൂ നിയമത്തിൻ്റെ ലംഘനമായതുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ അതിൽ ഇടപെടുന്നു, കലക്ടർ ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതനുസരിച്ച് പിന്നെ അവർ അത് നിർത്തിയേ മതിയാവും. ഇനിയിപ്പോൾ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്, നമുക്ക് എന്താണ് പുതിയ നടപടി കലക്ടർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെ സംഭവിച്ചത് അതാണ്. അപ്പോൾ അതിൽ നോക്കണം, അത് കൃത്യമായ ആ റവന്യൂ നടപടിയെ എങ്ങനെയാണ് ഈ പറയുന്ന ഈ സന്യാസി സമൂഹം, ഇവരുടെ ജുനു അഖാഡ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നു. അവർക്ക് അവരുടേതായിട്ടുള്ള എന്തൊക്കെയോ പാരമ്പര്യമൊക്കെ അവർ അതിനകത്ത് പറയുന്നുണ്ട്. ആനന്ദവനം എന്ന് പറയുന്ന ഒരു സ്വാമി ആനന്ദവനം അങ്ങനെയൊക്കെ പേരുള്ള ഒരു അദ്ദേഹമാണ് ഇതിൽ സംസാരിക്കുന്നതായിട്ട് ഇപ്പോൾ പൊതുവിൽ വന്ന് കാണുന്നത്. അപ്പോൾ ഇവരെന്താണ് പറയുന്നത്, അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം. ഈ സംഭവിച്ചത് ഇതാണ്. പക്ഷേ ഈ പറയുന്നത് എന്താണ്, ഞങ്ങളെ ഹിന്ദു സമൂഹത്ത് ആരാണെന്ന് കാണിച്ചു തരാം, ഇതിനെ എതിർത്താൽ ഞങ്ങൾ എന്ത് വില കൊടുത്തു അത് നടപ്പാക്കും. അത് ആര് തടയാൻ വന്നാലും കുഴപ്പമില്ല, ഈ സർക്കാരായാലും പിന്നെ ഏതവൻ്റെ ബാപ്പയായാലും എന്നൊരു പ്രയോഗം അങ്ങോട്ട് നടത്തുകയാണ്. അപ്പോൾ നമ്മൾ കാണേണ്ടത് എന്താണ്, അതെന്തിനാണ് ആ പ്രയോഗം? ഇവിടെ ആരെങ്കിലും അങ്ങനെ ഒരു ഉത്സവം നടത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ അവരുടേതായിട്ടുള്ള ചടങ്ങ് നടത്തുകയോ ഒക്കെ ചെയ്യുന്നതിന് ഏതെങ്കിലും മുസ്ലിം വിഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു സംഘടനയുടെയോ ആരുടെയെങ്കിലും തരത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു എതിർപ്പുണ്ടായിട്ടുണ്ടോ? ഒരു എതിർപ്പും വന്നിട്ടില്ല. ഒരു ആരോപണവും അതേക്കുറിച്ച് ഇത് നമ്മൾ കേൾക്കുന്നത് തന്നെ ഇവരുടെ തന്നെ ഒരു പുതിയ സംഗതിയായിട്ട് വാർത്ത വന്നപ്പോഴാണ് നമ്മളിത് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഇത് നിഷേധിച്ചതിന് ശേഷമുള്ള വാർത്തയായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. ഒരു ഭാഗത്തു നിന്നും വന്നിട്ടില്ല. അപ്പോൾ എന്ത് ഉദ്ദേശത്തിലാണ് അങ്ങനെ ഒരു പ്രയോഗം ഈ സന്യാസി നടത്തുക? സന്യാസി എന്ന അദ്ദേഹത്തെ വിളിക്കാൻ എനിക്ക് വിഷമമുണ്ട്. കാര്യം അത് നമ്മൾ ആ പദം നമ്മൾ പ്രയോഗിക്കുന്നത് ധാരാളം അങ്ങനെയുള്ള ഒരു
ജീവിതചര്യയൊക്കെയുള്ള മനുഷ്യന്മാരൊക്കെ ആണ്. ഇത് കൃത്യമായ ഒരു ഗുണ്ട ഭാഷ ഉപയോഗിച്ച് നടത്തുന്ന പ്രയോഗങ്ങൾ. ഗുണ്ട ഇതിനേക്കാൾ മാന്യമായി സംസാരിക്കുമെന്ന് നമുക്ക് തോന്നിപ്പോകും. സത്യമായിട്ടും അങ്ങനെ സംസാരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ഒരാളാണ് പറയുന്നത് ഇത്തരം ചില ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടുള്ള സംഗതി. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശ്യം എന്താണ്? യഥാർത്ഥത്തിൽ മലപ്പുറത്തിൻ്റെ ഈ ശാന്ത സ്വഭാവമുള്ള അല്ലെങ്കിൽ ഈ സമുദായങ്ങൾ ഇത്രയധികം എന്താ പറയുക സൗഹാർദ്ദപരമായി കോഎക്സിസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഈ കുംഭമേള എന്ന നിലയിൽ ഇതൊന്ന് നടത്തുക, അതിന് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള വിഘാതങ്ങളെ മലപ്പുറത്തിൻ്റെ തലയിലിടുക, അത് ഒരു നാഷണൽ നറേറ്റീവാക്കി മാറ്റുക. ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം, ബേസിക്കലി ഉദ്ദേശം. ഈ നാഷണൽ നറേറ്റീവാക്കി മാറ്റാൻ കഴിയുന്ന വിധത്തിൽ ഇതിപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ നിന്ന് ദേശീയ ഇപ്പം നമ്മുടെ മലയാളം ചാനലുകളൊന്നും ആരും ഈ വാർത്ത എടുത്തിട്ടില്ല. ഇല്ല, പക്ഷേ ദേശീയ മാധ്യമങ്ങൾ അത് വന്നു കഴിഞ്ഞു. എന്താ അതിൻ്റെ കാരണം? ഇതാണ് സംഗതി. അപ്പോൾ അത് വളരെ വ്യക്തമായൊരു പ്ലാനിങ് ആണ്. ഇപ്പോൾ കേരളത്തിൽ കുംഭമേള നടന്നിട്ടില്ല, അങ്ങനെ ഒരു സംഗതി ഇല്ല. അപ്പോൾ പുതുതായിട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം എന്താ? കുംഭമേള എന്ന് പറയുന്നത് UP സർക്കാരിൻ്റെ ഒരു ബ്രാൻഡിങ് ആണ്, അല്ലേ? അവരുടെ സകലമാന സംഗതികളും ഒളിച്ചു കടത്താൻ വേണ്ടി അവർ കൊണ്ടുവന്നൊരു സംഗതിയാണ് ഈ കുംഭമേള, അല്ലേ? ആ കുംഭമേളയിലാണ് വലിയ തിക്കും തിരക്കും വന്ന് ധാരാളം മനുഷ്യർ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത്. ആ മരിച്ചതിൻ്റെ കണക്ക് പോലും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അത് ആ സർക്കാർ അത് പുറത്തു വിടുന്നില്ല. കാരണം അവർക്ക് തന്നെ അപമാനകരമാവും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഗതി അവിടെ നടത്തി അതിന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വേറൊരു തരത്തിലുള്ള ബ്രാൻഡിങ് കൊണ്ടുവന്ന് സമാനമായ ഒരു വിദ്വേഷ പ്രചാരണം ഇവിടെ നടത്തിക്കളയാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്ലാൻ എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ അതിനുള്ള സൗകര്യം എല്ലാവരും ചെയ്തു കൊടുക്കണം. അതാണ് പോട്ടെ, സൗകര്യം ഒരു ചടങ്ങ് എന്ന നിലയിലോ അവരുടെ ആചാരം എന്ന നിലയിലോ അനുഷ്ഠാനം എന്ന നിലയിലോ എന്ത് നടത്തുന്നതിനും ഒരു തടസ്സമില്ല. അതിനുള്ള അർഹത അവർക്കുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ റവന്യൂ നിയമങ്ങൾ പാലിക്കണമല്ലോ. അത് ലംഘിച്ചാലുള്ള നടപടി മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. അത് വെച്ചിട്ടാണ് ഇപ്പം തന്നെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് അളവോളം പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ആ അളവോളം പോകുന്നതിനുള്ള ഒരുക്കമാണ് കാണുന്നത്. ഇത് കേവലം 2026 ഫെബ്രുവരി ഈ പറയുന്ന ജനുവരി 18 മുതൽ ഫെബ്രുവരി 2 വരെ നടത്താൻ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള അല്ല കേട്ടോ. ഇതിൻ്റെ വലിയ രൂപത്തിലുള്ള ഒരു ആഘോഷം, ചടങ്ങ് 2028 നടത്താൻ പോകുന്നുണ്ട്. അതാണത്രേ യഥാർത്ഥ കുംഭമേള. അതിനുള്ള ഒരുക്കമാണ്. അപ്പോൾ അതിലേക്ക് ഇനി ഓരോ വർഷവും ഇത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. 2028 പ്രത്യേകത നമുക്കറിയാം. 2029 തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. അപ്പോൾ അത് കണക്കാക്കിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഞാൻ ബലമായി വിശ്വസിക്കുന്നത്. അതിനിടയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന സകല കുഴപ്പമുണ്ടാക്കിയിട്ട് ഇതിനെ ഒരു വിദ്വേഷ പ്രചാരണത്തിൻ്റെ മൂർധന്യത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശമാണ് ഇതിനുള്ളത് എന്നാണ് കണക്കാക്കേണ്ടത്. ഇനിയിപ്പോൾ എന്താ പറയുക, നമ്മൾ പറയും റിവൈവലിസം എന്ന് പറയുന്ന ഒരു സംഗതി ഏതെങ്കിലും കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ കുംഭമേള ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് ഇനി പോകേണ്ടി വരും. ചർച്ചയിലേക്ക് കൊണ്ടുപോകും നമ്മളെ. അതിൻ്റെ പേരിലുണ്ടാകാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മിത കഥകൾ ഇനി പറഞ്ഞു പരത്തപ്പെടും. എന്ത് കഥകളാണ് വരാൻ പോകുന്നത് നമുക്കറിയില്ല. അവിടെയൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ കണ്ടിട്ടുള്ളത് മുഴുവൻ ഇതാണ്. എവിടെയെങ്കിലും പുതുതായി ഇത്തരത്തിലുള്ള ചില സംഗതികൾ ആരംഭിക്കുക, അതിന് ഒരു നിർമ്മിത കഥയുടെ പിൻബലമുണ്ടാക്കുക, അത് ഏതോ കാലത്തുള്ള ആചാരവും അനുഷ്ഠാനവുമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുക, അതിൻ്റെ പേരിൽ ഇപ്പോൾ പുതുതായി തുടങ്ങുന്ന പല പൂജകളും അനുഷ്ഠാനങ്ങളും ഏതെങ്കിലും തരത്തിൽ അന്യമത വിദ്വേഷത്തിന് ഒരു ഇടവരുത്തുന്ന രീതിയിലായി മാറുക. ഇതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതോ ദിസ് ഇസ് ജസ്റ്റ് ബിഗിനിങ് ഓഫ് എ ഗ്രാൻഡ് പ്ലാൻ എന്ന് കാണണം. ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അത് എങ്ങനെയെങ്കിലും അതിനുള്ള വിത്ത് വിതയ്ക്കാനുള്ള അവരുടെ പുതിയ പദ്ധതിയുടെ ഹിന്ദുത്വ ശക്തികളുടെ പുതിയ പദ്ധതിയുടെ ഒരു തുടക്കമാണ് ഇതിൽ എന്ന് നമ്മൾ കാണണം. അതിൻ്റെ ജാഗ്രത രാഷ്ട്രീയമായി നമുക്കുണ്ടാവേണ്ടതാണ്. അതേസമയം തന്നെ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ ഇത്തരം എന്ത് റിവൈവലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനം കയറി വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ചാടി പിടിക്കുന്ന ഒരു സ്വഭാവം മലയാളികൾക്കുമുണ്ട്. നമ്മൾ പലയിടങ്ങളിലും അത് കണ്ടിട്ടുണ്ട്, സ്ഥലങ്ങളിലും അത് കണ്ടിട്ടുണ്ട്. ചാടി കയറി അതിൻ്റെ പൊളിറ്റിക്കൽ അണ്ടർടോൺസോ ഒന്നും അവരുടെ മനസ്സിലുണ്ടാവില്ല. അവർ പെട്ടെന്ന് ഭക്തി, ആരാധന ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വഴങ്ങി അതിൽ പെട്ടെന്ന് വീണു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് സൂക്ഷിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ ഫോഴ്സസും നമ്മുടെ സാമൂഹിക സംഘടനകളും ഒക്കെയാണ് ഇത്തരം അത് നടത്തണ്ട എന്നൊന്നും നമുക്കില്ല. പക്ഷെ അത് നടത്തുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ നിയമങ്ങൾ പാലിച്ച് അതിൻ്റേതായ രീതികളിൽ അവർക്ക് നടത്താം. അന്യമത വിദ്വേഷത്തിൻ്റെ വഴിയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ നിന്നാൽ കർശനമായി അത് നേരിടുക എന്ന ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ദിവ്യ. യെസ്. അപ്പോൾ ദാവൂദ് സർ, വെറുതെ ഒരു കുംഭമേള നടത്തി പോവുകയല്ല ലക്ഷ്യം, അതിന് പിന്നിൽ മറ്റ് വലിയ ഉദ്ദേശങ്ങളുണ്ടെന്ന് വേണമോ കാണാൻ?
അല്ല, അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് അവരാണ് വ്യക്തമാക്കേണ്ടത്. ഇപ്പോൾ കുംഭമേള മുമ്പ് നടന്നില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പം നടത്താൻ പാടില്ലെന്നൊന്നുമില്ല. അവർക്ക് അങ്ങനെ നമുക്കൊരു കുംഭമേള നടത്തണമെന്ന് വെച്ചാൽ നടത്താം. ഇനി അതല്ല, മലപ്പുറത്ത് നവാബുഗന്ധ ക്ഷേത്രം അല്ല, ഭാരതപ്പുഴയുടെ തീരത്ത് മാത്രമല്ല, കേരളത്തിൽ എത്ര 40 നദി അല്ലേ ഉള്ളത്, 40 നദിയുടെ തീരത്തും കുംഭമേള നടത്തണം എന്നാണ് ആഗ്രഹങ്ങൾ. അങ്ങനെ നടത്താം. അവർക്കതിനുള്ള ആർക്കും അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ നദീതീരത്ത് ഒരു പരിപാടി നടത്തുമ്പോൾ അതിന് നമുക്ക് നിയമങ്ങളുണ്ട്. അതിന് കേരളത്തിൽ ആ നിയമത്തിന് പറയുന്ന പേര് കേരള പ്രൊട്ടക്ഷൻ ഓഫ് റിവർ ബാങ്ക് ആൻഡ് റെഗുലേഷൻ ഓഫ് റിമൂവൽ ഓഫ് സാൻഡ് ആക്ട് 2001 എന്നുള്ളതാണ്. അങ്ങനെ ഒരു നിയമം ഈ നാട്ടിലുണ്ട്. അങ്ങനെ ഒരു നിയമം ഉണ്ടാകുമ്പോൾ പിന്നെ ഒരാളൊരു JCB ആയിട്ട് പിന്നെ പുഴക്കരയിൽ പോയിട്ട് അവിടെയുള്ള സാൻഡ് ബാങ്ക് അത് മാന്തി എടുക്കാൻ വിചാരിക്കുക. അപ്പോൾ അത് മാന്തി എടുക്കുമ്പോൾ അത് തടയാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? അവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥർക്കുണ്ട്. അത് പറയുമ്പോൾ എന്താണ്, ഭാരതപ്പുഴ ഏത് ബാപ്പാൻ്റെ അടാ എന്ന് ഒരു സന്യാസി ചോദിക്കുമ്പോൾ അത് വേറെ പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ ആ ഭാരതപ്പുഴയുടെ തീരത്ത് പോയിട്ട് അവിടെ പാലം കെട്ടുന്നു, താൽക്കാലിക പാലം കെട്ടുന്നു, ഈ എർത്ത് മൂവർ കൊണ്ടുപോയിട്ട് മണ്ണ് മാന്തി എടുക്കുന്നു. ഇത് കാണുന്ന അവിടുത്തെ വില്ലേജ് ഓഫീസർ ഇത് ശരിയല്ലല്ലോ, ഈ അനുമതിയില്ല, ഒരാൾക്കും പറ്റില്ല. അത് സന്യാസിയാകട്ടെ, മുസ്ലിയാരാവട്ടെ, ബിഷപ്പാകട്ടെ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നേതാവാകട്ടെ, നമുക്കൊരു പുഴയോരത്ത് അല്ലെങ്കിൽ കടപ്പുറത്ത്, ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലൊരു പരിപാടി നടക്കുകയാണ്. അവിടുന്ന് കോഴിക്കോട് ബീച്ച് പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അവർക്ക് നേരത്തെ അനുമതി പത്രം കൊടുത്ത് പൈസ അടച്ച് അനുമതി മേടിച്ചിട്ട് നമുക്ക് ബീച്ചിൽ പരിപാടി നടത്താൻ പറ്റും. ബീച്ചല്ലേ എന്താണ് ഞങ്ങൾക്ക് ഇവിടെ വന്നിരുന്നു ഇവിടെ പരിപാടി നടത്തിക്കൂടെ ചോദിച്ച് അതിന് അർത്ഥമില്ല. കാരണം അത് പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലൊരു പ്രോപ്പർട്ടിയാണ്. അതേപോലെ നമ്മുടെ നാട്ടിലെ പുഴയും പുഴയോരങ്ങളും റിവർ ആൻഡ് റിവർ ബാങ്ക്സ് അത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. അതിൽ നമുക്ക് എന്ത് ആക്ടിവിറ്റി നടത്തണമെങ്കിലും ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി വേണം. ഗവൺമെൻറ്റിന് മുൻകൂർ അനുമതി കൊടുക്കണമെങ്കിൽ അവർ ഈ പറയുന്ന പ്രൊട്ടക്ഷൻ ഓഫ് റിവർ ബാങ്ക്സ് ആൻഡ് റെഗുലേഷൻ ഓഫ് റിമൂവൽ ഓഫ് സാൻഡ് ആക്ട് 2001 അതിൽ പറയുന്ന സംഗതികളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്വഭാവത്തിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഒന്നാമത് അനുമതി മേടിച്ചിട്ടില്ല. ഇനി അനുമതി മേടിച്ചാൽ തന്നെ അനുമതി കൊടുക്കണം, എന്ത് ചെയ്യണം, ഇതിലെ റെഗുലേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പം സ്വാഭാവികമായിട്ടും ആ പെർട്ടിക്കുലർ ഉദ്യോഗസ്ഥന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിൽ അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അപ്പലറ്റ് അതോറിറ്റി ആരാണോ, അത് താലൂക്ക് തഹസിൽദാറാണോ അല്ലെങ്കിൽ ജില്ലാ കളക്ടറാണോ കോർട്ടാണോ, അവരെ പോയി കാണാം. എന്നിട്ട് ആ തടസ്സം എന്താണെന്ന് വെച്ചാൽ അത് നീക്കിയെടുക്കാം. അങ്ങനെയാണ് സാമാന്യമായിട്ട് മനുഷ്യർ ചെയ്യുക. നാഗരിക ബോധമുള്ള സംസ്കാരമുള്ള മനുഷ്യർ, ഭരണഘടനയും നിയമത്തെയും മാനിക്കുന്ന മനുഷ്യർ അതാണ് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് സംഭവിച്ചതിന് ഇങ്ങനെ ഒരു സ്റ്റോപ്പ് മെമ്മോ അവർക്ക് ലഭിച്ചപ്പോൾ തന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പറയുന്ന നവാബുഗന്ധ ക്ഷേത്രവും തിരുനാവായയും മലപ്പുറം ജില്ലയിലാണെന്നുള്ളതുകൊണ്ട് അത് കടുത്ത മുസ്ലിം വിരുദ്ധ പ്രചാരണത്തിന് ഉപാധിയാക്കുകയാണ്. ഇതിലെന്താണ് മുസ്ലിങ്ങൾക്ക് എന്താണ് ഇതിൽ റോള്? ഭാരതപ്പുഴയും മുസ്ലിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ റിവർ ബാങ്ക് പ്രൊട്ടക്ഷൻ ഓഫ് റിവർ ബാങ്ക് ആക്ടും മുസ്ലിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? മുസ്ലിങ്ങൾക്ക് എവിടെയാണ് ഇതിൽ, എന്താണ് ഇതിൽ സ്റ്റേക്ക്? ഒരു സ്റ്റേക്കും ഇല്ല. അപ്പോൾ ഒരു സന്യാസി വലിയ തോതിൽ ഈ പറയുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. ഒരു സന്യാസി നല്ല നീണ്ട താടിയുള്ള കാഷായ വസ്ത്രം ധരിച്ചൊരു സന്യാസി, അയാളൊരു ഇൻ്റർവ്യൂ കേരളത്തിലെ ഒരു റൈറ്റ് വിങ് ചാനൽ ആ ഇൻ്റർവ്യൂ സംപ്രേഷണം ചെയ്തു. അതിന് കൊടുത്തിരിക്കുന്ന ബ്ലർബ് എന്താണെന്ന് പറയാം, രണ്ടും കൽപ്പിച്ച് സന്യാസി സമൂഹവും കേരളം ഒരു മദ്രസ ജിഹാദിയുടെയും ബാപ്പയ്ക്ക് സ്ത്രീധനമായി കിട്ടിയതല്ല. എന്താണ് സ്ത്രീധനമായി കിട്ടിയതല്ല, വന്ന് മുട്ടി നോക്ക്. ഒരു കാഷായ വസ്ത്രം ധരിച്ച സന്യാസിയുമായിട്ടുള്ള അഭിമുഖത്തിന് കൊടുത്തുള്ള ബ്ലർബാണ്. കേരളം ഒരു മദ്രസ ജിഹാദിയുടെയും ബാപ്പയ്ക്ക് സ്ത്രീധനമായി കിട്ടിയതല്ല, വന്ന് മുട്ടി നോക്ക്. എന്താണ് ഈ പറഞ്ഞതിനർത്ഥം? ഈ സംസ്കാരമുള്ള മനുഷ്യരെ ഒന്നിച്ചു ചേർക്കാനാണോ ഈ പരിപാടി എന്നുള്ളത് അവർ വേറെ വ്യക്തമാക്കണം. ഇപ്പോൾ ഇതിൻ്റെ സംഘാടകരായിട്ട് ജുന അഖാഡ എന്ന് പറയുന്ന, ഇന്ത്യയിൽ ഒരുപാട് അഖാഡകളുണ്ട്. അഖാഡകൾ എന്ന് പറഞ്ഞാൽ സന്യാസികളുടെ വലിയ ബൃഹത്തായ പാരമ്പര്യ ചരിത്രമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മഹാമണ്ഡലേശ്വരമായിട്ട് കഴിഞ്ഞ വർഷം മലയാളിയായിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുത്തു. ആനന്ദവനം സ്വാമി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം നേരത്തെ SFIയുടെയൊക്കെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന ആളാണ്. പിന്നെ മാതൃഭൂമിയുടെ ലേഖകനായിട്ട് ഡൽഹിയിലുണ്ടായിരുന്നു. കഴിഞ്ഞ ഈ പ്രയാഗ്രാജ് അവിടെ നടന്നിട്ടുള്ള കുംഭമേളക്കിടെയാണ്, മഹാകുംഭമേളക്കിടെയാണ് ഇദ്ദേഹത്തെ മഹാമണ്ഡലേശ്വരമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന് ദക്ഷിണേന്ത്യയുടെ ഉത്തരവാദിത്തമാണുള്ളതെന്ന് പറയപ്പെടുന്നു. അത് നടത്താം. അദ്ദേഹം ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷം കേരളത്തിൽ ധാരാളമായി സഞ്ചരിക്കുകയും ധാരാളം അഭിമുഖങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് അഭിമുഖങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ ആദ്യം നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മദർ തെരേസ ഭൂലോക തട്ടിപ്പുകാരിയാണെന്നുള്ളതാണ്.
ഈ നിലക്കുള്ള പ്രബോധനങ്ങൾ നടത്തുന്ന ഒരാളാണ്, എന്തോ ആയിക്കോട്ടെ അദ്ദേഹത്തിന്. പക്ഷേ ഇവിടെ ഈ മനുഷ്യൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ചെറുപ്പക്കാരനാണ്, മാധ്യമ മേഖലയിലും സംഘടനാ മേഖലയിലൊക്കെ പ്രവർത്തിച്ച ആളാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇതാണോ നിങ്ങൾ ഈ പരിപാടിയിലൂടെ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സംസ്കാരം? കേരളം ഒരു മദ്രസ ജിഹാദിയുടെയും ബാപ്പയ്ക്ക് സ്ത്രീധനമായി ലഭിച്ചതല്ല. ഈ സംസ്കാരമാണോ ഇങ്ങനൊരു ആത്മീയതയുമായി ബന്ധപ്പെട്ട പരിപാടിയായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടത്. ഈ ആത്മീയ ശോഭയുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന ഒരു പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രഘോഷിക്കാൻ ഉദ്ദേശിക്കുന്ന, ജനങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന, പ്രബോധനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആശയം ഇതാണോ? ഇതിലെവിടെയാണ് മദ്രസ, ഇതിലെവിടെയാണ് ജിഹാദി, ഇതിലെവിടെയാണ് ബാപ്പ? എന്നിട്ട് ആ വീഡിയോ അതിൻ്റെ ബ്ലർബാണ്, അതിൻ്റെ തംബ്നെയിലായിട്ട് കൊടുത്തിരിക്കുന്നത് മലപ്പുറം ഒരുത്തൻ്റെയും ബാപ്പയുടെ സ്വത്തല്ല, കുംഭമേള തടയാൻ ബാപ്പക്ക് പിറന്നവനുണ്ടെങ്കിൽ വാ ഒന്ന് തടഞ്ഞു നോക്ക്, സന്യാസി പച്ചക്ക് പറയേണ്ട ഭാഷയിൽ പറയുന്നു, ഹിന്ദുവിൻ്റെ ശക്തി അറിയും നീയൊക്കെ. പിണറായി വിജയന് സ്വന്തം കാറിൽ കയറ്റാൻ സർവ്വഥാ യോഗ്യനായിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് പറയാം. ഇത് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാരകമായ വർഗീയത. ഈ സംഗതി മലപ്പുറത്തുകാർക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് എന്താണ് ഇതിലുള്ള സ്റ്റേക്ക്? മലപ്പുറത്തൊരു കുംഭമേള നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ സാമാന്യമായി മലപ്പുറത്തുകാരുടെ വിചാരം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, ഒരു ടാർപോളിയും വലിച്ചു കെട്ടി കുലുക്കി സർബത്തും ബ്രെഡ് പോക്കറ്റും വിൽക്കാനുള്ള ഒരു അവസരം എന്നുള്ളതിലപ്പുറം മലപ്പുറത്തുകാർക്ക് ഇതിൽ ഒരു റോളും ഇല്ല. കുംഭമേള നടത്തിയാൽ അവരവിടെ ബ്രെഡ് പോക്കറ്റും കുലുക്കി സർബത്തും വിൽക്കും, അത്രേ ഉണ്ടാവുള്ളൂ. അതിൽ ഇത് അദ്ദേഹം പറയുന്നു, ഞങ്ങൾ തുണിയുടുക്കാതെയും തുണിയുടുത്തും സന്യാസിമാർ അവിടെ വരും. ആരാ തടയുന്നത്? തുണിയെടുക്കാതെ വരണ വന്നോട്ടെ, തുണിയെടുത്ത് വരണ വന്നോട്ടെ. ഇനി തുണിയെടുക്കാതെ വരുന്നവർക്ക് തുണി വേണം, അതിൻ്റെ കച്ചവടം അവിടെ നടത്തും. അത്രയേ ഉള്ളൂ. ഇതിന് ഒരു കേരളത്തിലെ ഒരു റിവർ ബാങ്ക് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടൊരു നിയമം ലംഘിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജില്ലാ കളക്ടറല്ല, വില്ലേജ് ഓഫീസർ ഒരു സ്റ്റോപ്പ് മെമ്മോ ഈ നിലക്കുള്ള വർഗീയ പ്രചാരണമാണ് നടക്കുന്നത്. ഇത് ഇവിടെ കാര്യമായിട്ട് ഇവിടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലാണെങ്കിൽ ഉത്തരേന്ത്യയിൽ നമ്മുടെ ഈ മുഖ്യധാരാ ചാനലുകളിലൂടെയാണ് ഇത് നടക്കുന്നത്. കേരളത്തിലെ ജിഹാദികൾ കുംഭമേള നടത്താൻ അനുവദിക്കുന്നില്ല എന്നുള്ള നിലക്ക്. ഇപ്പോൾ കുംഭമേള 1792 ഈ ശ്രീരംഗപട്ടണം ട്രീറ്റി, അതിനുശേഷം മലബാർ ബ്രിട്ടീഷുകാർക്ക് കൈമാറുന്നു, അതിനുശേഷമാണ് അത് നിന്നുപോയതെന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. എന്തോ ആക്കോട്ടെ, ഇത് 12 വർഷത്തിലൊരിക്കൽ നടക്കേണ്ട സംഗതിയാണ്. ഞാൻ 12 വർഷത്തിലല്ല, എല്ലാ വർഷവും നടത്തട്ടെ, എല്ലാ വർഷവും നടത്തുക, എല്ലാ പുഴയോരത്തും നടത്തുക, എല്ലായിടത്തും സന്യാസിമാർ വരിക, അവർക്ക് പറയാനുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, പ്രഘോഷണങ്ങൾ, പ്രബോധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യട്ടെ. ഇപ്പോൾ കേരളത്തിലേക്ക് ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ധാരാളം സ്വാമിമാരൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ എന്താ പറയുക, ഒരു ബിസിനസ്സൊക്കെ ഇവിടെയും നടക്കും, ഉണ്ടല്ലേ, നല്ല കാര്യം, അത് നടക്കട്ടെ. പക്ഷേ നാട്ടിലെ നിയമങ്ങൾ പാലിക്കണം, അതാരാണെങ്കിലും പാലിക്കണം. പുഴയാകുമ്പോൾ പ്രത്യേകിച്ച് അതിന് ഒരുപാട് എന്താ പറയുക, അതിൻ്റെ പ്രൊട്ടക്ഷൻ ലോസ് ഒക്കെ പറയുന്നത് വളരെ സ്ട്രിഞ്ചൻ്റാണ്. പക്ഷേ ഇതിൽ മുസ്ലിങ്ങൾക്ക് എന്ത് കാര്യം? അല്ലെങ്കിൽ മലപ്പുറത്തുകാർക്ക് എന്ത് കാര്യം? മലപ്പുറത്ത് സ്കൂളുകൾ ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തുകാരെ ചീത്ത പറയാം, മലപ്പുറത്ത് ശ്വാസം മുട്ടെന്ന് പറയാം, അയാളെ മുഖ്യമന്ത്രി പിടിച്ച് കാറി കയറ്റുക, ഇതൊക്കെയാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മലപ്പുറത്ത് SNDP സ്കൂൾ കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ തെറി ആരാണ് കേൾക്കുന്നത്? മലപ്പുറത്തുകാർ കേൾക്കുക. ഇതെങ്ങനെ മലപ്പുറത്തുകാരാണോ മലപ്പുറത്ത് സ്കൂളിന് NOC അപ്രൂവൽ കൊടുക്കുന്നത്? മലപ്പുറത്തുകാരാണോ? അല്ല മലപ്പുറത്ത് മദ്രസ പൊട്ടന്മാരാണോ, മദ്രസ ജിഹാദികളാണോ പുഴയിൽ പാലം കെട്ടാൻ അനുമതി കൊടുക്കുന്നത്? ഇതിൽ വേറെ തമാശ എന്താണെന്ന് വെച്ചാൽ, ഈ പ്രദേശത്ത് നമ്മുടെ PWD ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ ഒരു പാലം കെട്ടാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. അതിനെതിരെ ഇവർ കോടതിയിൽ പോയിട്ടുണ്ട്. കോടതിയിൽ പോയത് ആരാന്നറിയോ? ഈ ശ്രീധരൻ. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സർവ്വ മലകളും തുരന്ന് പാലവും ടണലും ഉണ്ടാക്കിയ മനുഷ്യൻ ഇതിനെതിരെ കോടതിയിൽ പോയിട്ടുണ്ട്. അദ്ദേഹം കോടതിയിൽ പറഞ്ഞെന്താ പറയുക, ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് ഈ പാലം. കാരണം ഇത് ത്രിമൂർത്തി സംഗമമാണ്. ഈ ഭാരതപ്പുഴയുടെ ആ പെർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത് ത്രിമൂർത്തി സംഗമമാണ്. അവിടെ പാലം കെട്ടുന്നത് ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തുന്നതെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട് ഈ ശ്രീധരൻ എന്ന് പറയുന്ന BJPയുടെ നേതാവ്. അതേ സ്ഥലത്താണ് ഇവർ ഒരു അനുമതി ഇല്ലാതെ പാലം കെട്ടുന്നത്. ഇതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ഇത് വലിയ തോതിൽ ഈ വിദ്വേഷ പ്രചാരണം നടക്കുകയാണ്. ഇന്നിപ്പോൾ കലക്ടർ ഇവരുടെ യോഗം വിളിച്ചു, നിങ്ങൾ നടത്തിക്കോ എന്ന് പറഞ്ഞിട്ട്, നിങ്ങളുടെ ഉത്തരവാദിത്വം നടത്തിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉത്തരവാദിത്വം നടത്തിക്കോ എന്ന് പറയുമ്പോൾ വെച്ചാൽ വലിയ ക്രൗഡ് വരുന്ന സ്ഥലത്ത് ക്രൗഡ് മാനേജ്മെൻറ്റിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കേണ്ടി വരും. അതൊക്കെ ആരൊക്കെ ഒരുക്കും? ഇനിയിപ്പോൾ
ആരായിരിക്കും ഇതിൻ്റെ കസ്റ്റോഡിയൻ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. കളക്ടർ അതിന് അനുമതി കൊടുത്തിട്ട് അത് നടക്കട്ടെ, ഞാൻ പറയുന്നത് നടക്കട്ടെ. പക്ഷേ നിയമം പാലിക്കുക എന്നുള്ളത് എല്ലാവരും ഉത്തരവാദിത്തമാണ്. ഇനി നിയമം പാലിച്ചില്ലെന്ന് വിചാരിക്കുക, അപ്പോൾ ജൂന അഖാഡയ്ക്ക് നിയമം ബാധകമല്ല. കേരള റിവർ ബാങ്ക് പ്രൊട്ടക്ഷൻ ആക്ട് ജൂന അഖാഡയ്ക്കും ആനന്ദവനം സ്വാമികൾക്കും ഈ പറയുന്ന മദ്രസ പൊട്ടന്മാർക്ക്, ജിഹാദികൾക്കെതിരെ യുദ്ധം നയിക്കുന്ന ഈ സ്വാമിക്കും കാഷായ വസ്ത്രധാരികൾക്കും ഈ നിയമമൊന്നും ബാധകമല്ല. ഓക്കെ, ഫൈൻ, അങ്ങനെ അവർ നടത്തട്ടെ. മലപ്പുറത്തുകാർ ചീത്ത പറയുന്നത് എന്തിനാണ്? അവർക്കിത് അറിയത്ത് പോലും ഇല്ല ഇതെന്താ സംഗതി എന്ന്. ഈ നിലക്ക് സർക്കാരിന് ഉത്തരവാദിത്തമുള്ള അവിടെയാണ്. ഈ ഇത്രയും വിദ്വേഷജനകമായിട്ടുള്ള പ്രചാരണം നടക്കുമ്പോൾ അവർക്കെതിരെ നടപടി എടുക്കില്ലെന്നറിയാം. നന്ന ചുരുങ്ങിയത് ഈ സ്വാമിയെ കാറിൽ കയറ്റാതിരിക്കാനുള്ള ശ്രദ്ധയെങ്കിലും ഉണ്ടാവണമെന്ന് ഞാൻ പറയാം. യെസ്, കുംഭമേള നിങ്ങൾ നടത്തിക്കോളൂ. അത് എല്ലാ നിയമങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ പാലിച്ച് കുംഭമേള നടത്തിക്കോളൂ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതുപോലെയുള്ള തടസ്സങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകും. അതിന് വർഗീയ പ്രചാരണമോ വിദ്വേഷ പ്രചാരണമോ അല്ല നടത്തേണ്ടത്.